നമസ്കാരം. ഉന്നാവോ പീഡനക്കേസിൽ ബി.ജെ.പി. മുൻ എം.എൽ.എ. കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. വിഷയത്തിൽ നിയമപരമായ ചോദ്യങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജെ.കെ. മഹേശ്വരി, എ.ജി. മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ച് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തത്. സെൻഗാറിനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ പാടില്ലെന്നും ഇരയ്ക്ക് ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കാൻ സഹായം ചെയ്യുമെന്നും ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഹൈക്കോടതി നടപടിക്കെതിരെ അതിജീവിതയും മാതാവും ഡൽഹിയിൽ പ്രതിഷേധിച്ചു വരുന്നതിനിടെയാണ് ആശ്വാസമായി സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. ഉന്നാവോ കേസിൽ ഹൈക്കോടതി വിധി ശക്തരായ വ്യക്തികൾക്കെതിരായ കേസുകളിൽ നീതി ഇരകൾക്ക് അന്യമാണെന്ന തെറ്റായ സന്ദേശം നൽകുന്നതായിരുന്നു. 2017 പ്രായപൂർത്തിയാവാത്ത യുവതിയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം കുറ്റകൃത്യം മായ്ച്ചു കളയാൻ ശ്രമം നടന്നു. അതിജീവിതക്ക് പ്രതി സെൻഗാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ടായി. ഇര പിന്മാറാതിരുന്നതോടെ ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ കേസായി മാത്രം രജിസ്റ്റർ ചെയ്തു. 2018 കേസ് പിൻവലിക്കാൻ വിസമ്മതിച്ചതിന് അതിജീവിതയുടെ പിതാവിനെ ഗുണ്ടകൾ ആക്രമിച്ചു. പിന്നീട് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തു. തുടർന്ന് അദ്ദേഹം കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. ബന്ധുക്കൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഡിസംബറിൽ സെൻഗാറിന് ശിക്ഷ വിധിക്കുന്നതുവരെ അതിജീവിതയുടെയും കുടുംബത്തിന്റെയും ജീവിതം ഭീഷണിയുടെ നിഴലിൽ തുടർന്നു. സുപ്രീം കോടതി ഉത്തരവ് ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിന്റെ ആത്മാവിനെ വീണ്ടും ഉറപ്പിക്കുന്ന ഇടപെടലായി ചരിത്രത്തിൽ രേഖപ്പെടുത്തണം. രാഷ്ട്രീയ നേതാക്കൾ സമൂഹത്തിന്റെ സേവകരായിരിക്കണമെന്ന പൊതുധാരണയെ പൊളിച്ചെറിഞ്ഞാണ് സെൻഗാർ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയോട് ക്രൂരമായി പെരുമാറിയത്. ആ കുറ്റകൃത്യം മാത്രമല്ല, അതിനു പിന്നാലെ നടന്ന ഭീഷണിപ്പെടുത്തലുകളും കുടുംബത്തെ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ തന്നെ അധികാരത്തിന്റെ ക്രൂരമുഖം എത്ര ഭീകരമാകാമെന്നതിന് ഉദാഹരണമായി മാറി. അത്തരമൊരു പ്രതിയുടെ ശിക്ഷ താൽക്കാലികമായി പോലും മരവിപ്പിക്കപ്പെടുന്നു എന്നത് ഇരയോട് മാത്രമല്ല, സമൂഹത്തോട് തന്നെയുള്ള ദ്രോഹമാണ്. ഡൽഹി ഹൈക്കോടതി വിധി നിയമപരമായ നടപടിയായി അവതരിക്കപ്പെട്ടുവെങ്കിലും അതിന്റെ സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഗൗരവമായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ലൈംഗികാതിക്രമ കേസുകളിൽ, പ്രത്യേകിച്ച് അധികാര സ്ഥാനത്തിരുന്ന പ്രതികൾക്കെതിരായ കേസുകളിൽ കോടതികളുടെ ഓരോ വാക്കും സമൂഹത്തിൽ വലിയ സന്ദേശമായി മാറുന്നുണ്ട്. ശക്തർക്ക് ശിക്ഷ പോലും താൽക്കാലികമാണ് എന്ന തെറ്റായ വിവരമാണ് ആ വിധി നൽകിയത്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇടപെടൽ അത്യന്തം പ്രസക്തമാവുന്നത്. ഉന്നാവോ കേസ് ഒരു വ്യക്തിഗത കുറ്റകൃത്യത്തെക്കാൾ വലുതാണെന്ന സത്യത്തെ അംഗീകരിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഇത് അധികാര ദുരുപയോഗത്തിന്റെയും ഭരണകൂട സംരക്ഷണത്തിന്റെയും നീതിയെ വഴിമുട്ടിക്കാനുള്ള സംഘടിത ശ്രമങ്ങളുടെയും പ്രതീകമായി മാറിയ കേസാണ്. സുപ്രീം കോടതി ഉത്തരവ് ഇരയ്ക്ക് മാത്രമല്ല ആശ്വാസം നൽകുന്നത്, ഭയത്തിലും സംശയത്തിലും കഴിയുന്ന ആയിരക്കണക്കിന് ഇരവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അത് വിവരണാതീത പ്രതീക്ഷ നൽകുന്നുണ്ട്. സുപ്രീം കോടതി നിലപാട് ഒരു വിധി മാത്രമല്ല, ഒരു മൂല്യ പ്രഖ്യാപനം കൂടിയാണ്. അധികാരത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന ക്രൂരതയ്ക്കു മുന്നിൽ നീതി വഴിമാറില്ലെന്ന കരുത്തുള്ള പ്രഖ്യാപനം. സെൻഗാർ ഒരു പൊതുപ്രവർത്തകൻ എന്ന വിഭാഗത്തിൽ വരില്ലെന്നും അതിനാൽ 2012 പോക്സോ നിയമത്തിലെ സെക്ഷൻ 5C പ്രകാരമുള്ള വകുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടില്ലെന്നുമുള്ള ഹൈക്കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ചത്. പോക്സോ നിയമത്തിലെ സെക്ഷൻ 5C സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ എന്ന ഇടുങ്ങിയ വ്യാഖ്യാനത്തിലേക്ക് ചുരുക്കി വായിച്ച ഈ സമീപനം നിയമത്തിന്റെ ആത്മാവിനെ തന്നെ വിസ്മരിക്കുന്നതാണ്. കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ അധികാര ദുരുപയോഗം ഏറ്റവും അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പൊസിഷൻ ഓഫ് അതോറിറ്റി എന്ന വിശാല ആശയം പോക്സോ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു എം.എൽ.എ. എന്ന നിലയിൽ സെൻഗാർ പ്രയോഗിച്ച അധികാരം ഔദ്യോഗിക നാമകരണത്തിൽ നിന്നല്ല, അധികാരികളോടുള്ള സമൂഹത്തിലെ ഭയത്തിൽ നിന്നും ഭരണകൂടത്തിലെ സ്വാധീനത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. അതേ അധികാരമാണ് ഇരയെയും കുടുംബത്തെയും നിശബ്ദരാക്കാനും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും ഉപയോഗിച്ചത്. അത്തരം ഒരു പ്രതിയെ നിയമത്തിന്റെ കഠിന പരിധിക്ക് പുറത്താക്കി കാണുന്നത് പോക്സോ നിയമത്തിന്റെ സംരക്ഷണ ലക്ഷ്യത്തോടുള്ള തുറന്ന വഞ്ചനയാണ്. ലൈംഗിക അതിക്രമ കേസുകളിൽ നിയമവ്യാഖ്യാനം ശബ്ദഘോഷപരമായ അഭ്യാസമല്ല, അത് അധികാര അസമത്വം തിരിച്ചറിയുന്ന നൈതിക ഉത്തരവാദിത്തമാണ്. സാങ്കേതികത്വങ്ങളുടെ മറവിൽ അധികാരികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്ന വ്യാഖ്യാനം അംഗീകരിക്കപ്പെട്ടാൽ നിയമം ഏറ്റവും ശക്തരോടാണ് ഏറ്റവും ദയാലുവാകുന്നത്. ശക്തരാകുന്നതെന്ന വിചിത്ര അവസ്ഥയിലേക്കാണ് നീതിന്യായ സംവിധാനം നീങ്ങുക. അതിനാലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ നിർണായകമാവുന്നത്. അതൊരു ശിക്ഷാ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതിനെതിരായ നടപടിയല്ല, കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ കോടതികൾ എങ്ങനെ വായിക്കണം എന്നതിനെക്കുറിച്ചുള്ള മൂല്യ പ്രഖ്യാപനമാണ്. നിയമം ശക്തരുടെ ആയുധമാവരുത്, അത് ഏറ്റവും ദുർബലരുടെ കവചമായിരിക്കണം. ഉന്നാവോ കേസിൽ സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചതും അതുതന്നെയാണ്. ഉന്നാവോ കേസ് ഒരു കോടതി മുറിയിൽ മാത്രം തീർന്നില്ലെന്ന സത്യം ഡൽഹിയുടെ തെരുവുകളിൽ നീതി തേടി അതിജീവിതർക്ക് സമരം ചെയ്യേണ്ടി വന്ന ദാരുണമായ സാഹചര്യം തന്നെ തെളിയിക്കുന്നു. സ്വന്തം സംസ്ഥാനത്തും ഭരണകൂടത്തിലും നീതി ലഭിക്കുമെന്ന വിശ്വാസം തകർന്നപ്പോഴാണ് അതിജീവിതയായ പെൺകുട്ടി രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധത്തിലേക്ക് തള്ളപ്പെട്ടത്. അതൊരു വ്യക്തിയുടെ ദുരിതമല്ല, നിയമ സംവിധാനങ്ങളിലേക്കുള്ള ഒരു സമൂഹത്തിന്റെ വിശ്വാസം എത്ര ആഴത്തിൽ തകർന്നുവെന്ന് കാണിക്കുന്ന രാഷ്ട്രീയ ന്യായപരമായ കുറ്റപത്രമാണ്. നീതി കോടതി മുറികളിൽ മാത്രമല്ല തെരുവുകളിലും പരാജയപ്പെടുന്നുവെന്ന ഭീകര സന്ദേശമാണ് പടരുന്നത്.
നീതി തേടാൻ ഒരു കുട്ടിക്കും വീണ്ടും ഡൽഹിയിലേക്ക് ഇറങ്ങേണ്ടി വരരുതെന്ന ഉറച്ച മുന്നറിയിപ്പോടെയായി ഇരിക്കണം ഈ കേസിൽ നീതി അതിജീവിതക്കൊപ്പം നിൽക്കേണ്ടത്.